ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട്. നമ്മുടെ ട്രസ്റ്റ് അംഗം ജോസിന്റെ 4ാമത്തെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ ദിവസം തന്നെ സെയിം ഡേറ്റ് ദിവസം വളരെ ഭാഗ്യം ഉണ്ട്. ഇതിന്റെ പ്രത്യേകത ജോസ് നമ്മുടെ IFI ഇന്റർസെക്ഷൻ ഫോറത്തിലെ ട്രസ്റ്റ് അംഗമായിരുന്നു. ജോസ് കുറച്ച് നാളുകൾ വന്നപ്പോൾ ആദ്യം 2 കൊച്ചുകള് 2 പേരായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ നവീകരണ അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ജോസ് നമ്മുടെ ശുശ്രൂഷയോട് കടന്നു വന്നപ്പോൾ റീകനലൈസേഷൻ പ്രസവം നിർത്തിയിരുന്നു. ഏത് വർഷത്തില 2015 പ്രസവം നിർത്തിയിരുന്നു. പിന്നീട് ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് പ്രസവം നിർത്തുന്നത് ശരിക്കും ഒരു പാപമാണ് എന്നുള്ളൊരു ബോധ്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുണ്ടാവാതിരിക്കുന്നല്ല. പക്ഷെ പിന്നീട് കോഴിക്കോട് ഡോക്ടർ ഫിൻഡയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ചെയ്തതിനു ശേഷം റീകനലൈസേഷൻ ചെയ്തു. ആ റീകനലൈസേഷനുള്ള ഭാഗമായി ദൈവം 2 പൊന്നോമനയുടെ ദൈവം കൊടുത്തു. ഇതാണ് ആദ്യത്തെ പൊന്നോമനോ പേര് എന്ന് പറഞ്ഞത് ഏവ. വല്ല അർത്ഥമുണ്ടതില്ലേ? തീർച്ചയായിട്ടും ഒരു സെയിന്റ് ആണ്. പെപ്ലിൻ മഹാരാജാവിന്റെ മോളായിട്ട് ജനിച്ചാണ്. ഇപ്പോഴത്തെ സ്വിറ്റ്സർലാൻഡ് രാജാവിന്റെ മോളായിരുന്നു. ജനിക്കുന്ന സമയത്ത് അവർക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ അന്ന് വൈദികനായിരുന്നു, ഇടവൈദികനായിരുന്ന സെയിന്റ് റെയിൻഫോർഡിന്റെ കൈവപ്പ് കിട്ടിയപ്പോൾ സിസ്റ്ററിന് രാജ്ഞിക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടി. പിന്നീട് അവര് കർത്താവിലേക്ക് വിശ്വസിച്ച് വന്ന് പിൽക്കാലഘട്ടത്തിൽ സിസ്റ്ററായി നന്നായി വിശുദ്ധയായി. ഇപ്പോൾ സഭയുടെ വിശുദ്ധയാണ്. രണ്ടാമത്തെ കൊച്ച് ഇന്ന് ഇന്ന ദിവസം നമ്മൾ 1-ാം വയസ്സ് അവിടെ പോയി. കൊച്ചിന്റെ പേര് ആന്റോനെറ്റ്. അവിടെ പറയട്ടെ. സെന്റ് ആന്റണിയുടെ ഫീമെയിൽ വേർഷൻ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വളരെ നമുക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് വചനം പറയാൻ എളുപ്പമാണ്, വചനം കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ വചനമായി മാറാൻ അത് ഇച്ചിരി വേണം. അപ്പൊ ഈ കാലഘട്ടത്തിൽ ദൈവം എന്താ പറയാ 14 വർഷം കഴിഞ്ഞ IFIക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് കാനഡയുടെ ആ സ്ഥലത്ത് കുടുംബസമേതം 24ാമത്തെ വർഷമായി പ്രസവം നിർത്തിയിട്ടില്ല. അപ്പൊ ഇനി ദൈവം ഇനി കൂടുതൽ മക്കളെ ദൈവം തരട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കരമുയർത്തുന്ന ദൈവം സൂക്ഷിച്ച് പ്രാർത്ഥിക്കാനുള്ളത്. കൃപയോടും നന്ദിയോടും പ്രാർത്ഥിക്കുന്നതാണ്. അനുഗ്രഹത്തോടും നന്ദിയോടും പ്രാർത്ഥിക്കുന്നതാണ്. എന്തായാലും വലിയ സന്തോഷമുള്ള സമയമാണ്. കാരണം നമ്മുടെ IFI കുടുംബാംഗമായ ജോസ് ഈ വലിയ സുദിനം ആഘോഷിക്കാൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നു. കാനഡയിൽ നിന്ന് ആകെ 15 ദിവസം ലീവുള്ളതില് ഈ മനോഹര ദിവസം ധന്യമാക്കാൻ ഇവിടെ തെരഞ്ഞെടുത്ത ജോസിനും ജോസിന്റെ കുടുംബത്തിനും ഒത്തിരി നന്ദി പറയുകയാണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. ശുശ്രൂഷയില് നടക്കുമ്പോൾ അവിടെ കിട്ടുന്ന അനുഗ്രഹങ്ങള് ശുശ്രൂഷകരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു മനോഭാവം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. IFIയുടെ എല്ലാ മെമ്പേഴ്സിന്റെ പേരിലും എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. എന്നാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജോസിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതിനേക്കാൾ സന്തോഷമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം പറഞ്ഞ കാര്യം സന്താനപുഷ്ടി ഉള്ളവരായി പെരുവിൻ ഭൂമി പറഞ്ഞ് അതിനെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞ ആ ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തി നിറവേറ്റുവാൻ ഈ ദമ്പതികളെ അനുഗ്രഹിച്ചതിനും ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ചതിനും ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇന്നിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന്, പ്രത്യേകിച്ച് IFIയിലേക്ക് കടന്നു വരാൻ കുട്ടികൾ കൂടുതലുണ്ടാകുമ്പോൾ അതിൻ്റെ ആ സന്തോഷം എത്രയാണെന്ന് അനുഭവിച്ചറിയാൻ ഈ ഒരു അവസരം ഒരുക്കി തന്ന ഈ IFI കുടുംബാംഗങ്ങളെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.